യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളം വർഷങ്ങളായി LDF UDF ഭരിച്ചുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും BJP പോലുള്ള ഒരു കക്ഷിയും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരേ സ്വഭാവത്തിൽ ഒരേ മാനദണ്ഡത്തിൽ LDF UDF എല്ലാ കക്ഷികളും ഈ കേരളത്തിൽ ഒരു കക്ഷി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി നടന്നിട്ടുള്ള മോദിജി ലോകരാഷ്ട്രത്തലവന്മാരുടെ മുമ്പിലും ലോക ജനതയുടെ മുമ്പിലും വലിയ അംഗീകാരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യയെ പോലും 10 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ ഒന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. 5ാമത്തെ സമ്പന്ന രാഷ്ട്രമാണ്. 3ാമത്തെ സാമ്പത്തിക രാഷ്ട്രമായി ഉയർത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും കേരളം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും അത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തേണ്ടത് എഴുതിയിരിക്കേണ്ട, അവരെ കുറ്റം വേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട ജോലി ചെയ്യാത്തതുകൊണ്ടാണ്. കുറിച്ചു നോക്കുന്നത് ഇവിടെ ഈ കോഴിക്കോട് വന്നു കഴിയുമ്പോൾ LDFന്റെയും UDFന്റെയും എല്ലാ യോഗങ്ങളും കോഴിക്കോട് കൊണ്ടാണ്. എനിക്ക് അല്പം തോന്നിയിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നു. ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സത്യം എന്താ? ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഒരു പ്രകോപനമില്ലാതെ കയറി 1200ഓളം പാവങ്ങളെ കുത്തിയും വെട്ടിയും ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു. ഗർഭിണികളെ വരെ ബലാത്സംഗം ചെയ്യുകയും ഗർഭിണിയുടെ വയറ് കയറി കുഞ്ഞുങ്ങളെ വഴി കൊല്ലുകയും ചെയ്ത സംഭവം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം തന്നെ ആക്രമണം ഇസ്രായേൽ ഭീകരമായി ആഞ്ഞടിക്കുക. ഇസ്രായേൽ ആഞ്ഞടിക്കുന്നത് ശരിയെന്ന് പറയാൻ ഞാനില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു കാര്യമാണ്, ഹമാസ് കടന്നുകയറ്റക്കാരനാണ്. പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന മഹത്തായ ഒരാശയം, ഭാരതത്തിന്റെ ആശയം ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തെ LDF UDF അംഗീകരിക്കില്ല, കോൺഗ്രസും അംഗീകരിക്കില്ല, കമ്മ്യൂണിസ്റ്റും അംഗീകരിക്കില്ല. പ്രധാനമന്ത്രി മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും പറഞ്ഞു ഹമാസ് കടന്നു കയറിയവരാണ്, തെറ്റാണ്. പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പറയണം, അതൊരു മര്യാദയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ LDF UDF? അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? LDF UDF യോഗം നടത്തുന്നത് കോഴിക്കോട്ടാണ്. എന്താണ് കോഴിക്കോടിന്റെ പ്രത്യേകത? ഈ മലബാർ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ അത് ഇന്ത്യയിലെ മുഖ്യ ന്യൂനപക്ഷങ്ങളുടെ സ്വാധീന മേഖല എന്ന നിലയിൽ മലബാറിൽ ആ മുഖ്യ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയാണ് LDF UDF ഈ വൃത്തികെട്ട നടപടി തുടരുന്നത്. അവരാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോ പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിന് എന്താണ് തെറ്റെന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തണം. പൗരത്വ നിയമം പാസ്സാക്കിയപ്പോ നമ്മുടെ പല മാന്യന്മാരായ MPമാരോടെ പോയി പോലുമില്ല. അതുപോട്ടെ, ഞാൻ ഈ കിടക്കുന്നില്ല. ആ പൗരത്വ നിയമം പാസ്സായതിന് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? 2010 അത് മുസ്ലിം വിരുദ്ധമാണെന്നാണ് പറയുന്നത്. എങ്ങനെ മുസ്ലിം വിരുദ്ധമാവും എനിക്ക് മനസ്സിലാകുന്നില്ല. 2014 മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങി നിവൃത്തിയില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓടി പലായനം ചെയ്തവർ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മുസ്ലിമിന് പൗരാവകാശം കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. എങ്ങനെ മുസ്ലിമിന് കൊടുക്കണം? പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് പീഡനമില്ല, അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് പീഡനമില്ല,
ബംഗ്ലാദേശിൽ മുസ്ലിം പഠനമില്ല, അവരാണ് പീഡിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അവരെ ആര് പീഡിപ്പിക്കാനാണ്? അപ്പൊ പിന്നെ മുസ്ലിമിന് അതിന്റെ ഇല്ലെങ്കിൽ വോട്ടവകാശം പൗരത്വം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആ എത്ര പേരുണ്ട് എണ്ണം നിങ്ങൾ കണക്ക് നോക്കണം. പൗരാവകാശം കൊടുത്തിരിക്കുന്നത് ആകെയുള്ള ഹിന്ദുക്കൾ 5000-ത്തിനടുത്ത് മാത്രമേ ഉള്ളൂ പൗരാവകാശം. അപേക്ഷ എത്രയുള്ളൂ? ക്രിസ്ത്യാനിന് 2000-ത്തിനടുത്തേ ഉള്ളൂ. എല്ലാം കൂടെ ഗ്രാൻഡ് ടോട്ടൽ നമ്മുടെ സിഖും പാഴ്സി എല്ലാം കൂടെ വരുമ്പോ മാക്സിമം 10,000 ആണ് ആകെ പൗരാവകാശ പ്രകാരം പൗരത്വം കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തുന്നു. ആലോചിച്ച് പുച്ഛിക്കാതിരിക്കാൻ കഴിയുന്നു. എന്തിനു പക്ഷേ പിണറായി വിജയൻ ഈ വിവരക്കേട് കാണിക്കുന്നു? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതിൽ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരല്ലേ? ഇന്ന് നിങ്ങൾ പത്രക്കാരുകൾ വരുമ്പോൾ ചോദിക്കണം, എത്ര പേർക്ക് പൗരാവകാശ പ്രകാരം ഈ നിയമപ്രകാരം പൗരത്വം കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ ഈ 10,000 പേരെ സംഘടിപ്പിച്ച് യോഗം നടത്തുന്നത് എന്തിനാണ്? എന്ത് നിയമവിരുദ്ധമാണ് അക്കാര്യത്തിലുള്ളത്? ഇതാരും ചോദിക്കുകയില്ല. കോൺഗ്രസ് അത് തന്നെ പറയുകയില്ല. അവിടെ ആ നടപടിക്രമം അവസാനിപ്പിക്കണം. പൗരത്വ നിയമം പോലെ തന്നെയാണ്. ഞാൻ ചോദിക്കേണ്ട ഒരു ഉദാഹരണം, ചുമ്മാ ഒരു കാര്യമില്ലാതെ വർഗീയത വളർത്തുന്ന ഇടപാടൊന്നും നിർത്തട്ടെ. ഇവിടെ നമ്മുടെ എത്ര പേർക്കാ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ ആരാ സാറേ ചോദ്യം ചെയ്യുന്നത്? നമുക്ക് വിരോധമില്ല ഇലക്ഷൻ കമ്മീഷൻ മാറ്റുന്നതിന് നമുക്കാർക്ക് തർക്കമൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഏപ്രിൽ 26 കേരളത്തിലെ വോട്ടിംഗ്. അത് വെള്ളിയാഴ്ച ഇറങ്ങിയില്ല. എല്ലാം കൂടി എന്തൊരു ബഹളമാണ്! ഈ വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ളതാണ് കുഴപ്പം. ജുമ എന്ന് പറയുന്നത് 12 മുതൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ബാക്കി 10-11 മണിക്കൂർ ഇലക്ഷൻ നടക്കുമ്പോ ആകെ 9 മണിക്കൂറിൽ പോയി വോട്ട് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പം എന്തിനേയും വർഗീയമായി കാണുന്ന ഈ നായകന്റെ സ്വഭാവം മുസ്ലിം സംഘടനകളോടൊപ്പം ആവശ്യം എന്താ? അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, 2009 ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തപ്പോ ഞായറാഴ്ച വോട്ടിംഗ്. വെള്ളിയാഴ്ച പോലല്ല ഞായറാഴ്ചയുടെ പ്രത്യേകത. വെള്ളിയാഴ്ച ജുമായ്ക്ക് പോയില്ലെങ്കിലും ക്ഷമയുണ്ട്. ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് പ്രമാണങ്ങളിൽ ഒന്നാണ്. ഒരു പ്രമാണമാണ് ഞായറാഴ്ചകളിലും കടമണ തിരുനാളിലും വിശുദ്ധമായി ആചരിക്കുക. കുർബാന കണ്ടില്ലെങ്കിൽ അവൻ ചാവദോഷം നരകത്തിലാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ആ വിശ്വാസമുള്ള ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ദിവസം ഇലക്ഷൻ വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനി അത് പ്രതിഷേധിച്ചില്ല. ഇവിടുത്തെ ഒരു കോൺഗ്രസിനെ കണ്ടില്ല, ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെ കണ്ടില്ല. അത് തെറ്റാണെന്ന് പറയാൻ എന്താ പിന്നെ ഈ വെള്ളിയാഴ്ചക്ക് മാത്രം കുഴപ്പം? ഈ പോക്ക് അപകടകരമായ നിലയിലാണ്. ഈ മുഖ്യ ന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് പോയി ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികൾക്ക് കൂട്ടുനിൽക്കുന്ന നില കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉപേക്ഷിക്കണം എന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പക്ഷത്ത് സമുദായത്തിൽപ്പെട്ട ആളുകൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. എന്റെ നിയമത്തെ ഞാൻ സംസ്ഥാനത്തുണ്ട്. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. അച്ഛൻ ആശുപത്രിയിലായി. ഇന്ന് വരെ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു നേതാവ് ആ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകുന്നത് പിണറായി മുഖ്യമന്ത്രിയാണ്. പറയാം, അതിലേക്ക് വരുന്നത്. പിണറായി എന്താ പറഞ്ഞത്? ആകപ്പാടെ പിണറായി വിജയൻ പറഞ്ഞു അവിടെ ആ അച്ഛന്റെ പേര് അച്ഛനെ വണ്ടി ഇടിപ്പിച്ചാൽ കൊല്ലാൻ പോയി എന്ന് കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവം സത്യം പറഞ്ഞു. എന്നാൽ അപലപിക്കാൻ തയ്യാറായില്ല. അപലപിക്കേണ്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇവിടെ പോയി. ഗോവിന്ദൻ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ മിണ്ടാത്തത് എന്താ? അതിൽ ന്യൂനപക്ഷമല്ലേ? അതായത് മുഖ്യ ന്യൂനപക്ഷത്തെക്കാളും ന്യൂനപക്ഷമല്ല ഈ ക്രിസ്ത്യാനി. എന്താ മിണ്ടാത്തത്? ഇതെല്ലാം ഒന്നും പേടിച്ചിരിക്കുക. ഇന്ന് നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പോ ഇഡിയുടെ കയ്യില് ജയിലില്ല.
അപ്പോൾ അയ്യോ അത് കുഴപ്പമായി പോയെന്ന് പറയുന്ന മാന്യന്മാരുണ്ട്. ഞാൻ അത് കുഴപ്പമായെന്ന് പറയുന്ന മാന്യന്മാരുടെ വിനയ പുരസ്സരം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ PCO ചോദിക്കുകയാണ്. ED 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങളുടെ പേരിൽ അഴിമതി ആരോപണമുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് തെളിഞ്ഞിരിക്കുന്നു, സാക്ഷി മുഴുവൻ കിട്ടിയിരിക്കുന്നു, നിങ്ങളോട് വിവരം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഹാജരാകണമെന്ന് പറഞ്ഞ് 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് മൈൻഡ് ചെയ്യാൻ തയ്യാറാകാൻ മാറി നിന്നാൽ പിന്നെ അറസ്റ്റ് അല്ലാതെ പിന്നെ അതിന് ഉമ്മ കൊടുക്കണം. എനിക്ക് മനസ്സിലായില്ല. ഈ 7 പ്രാവശ്യം നോട്ടീസ് സാമ്പത്തിക അഴിമതിയാണ്, അഴിമതിയിൽ ആഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ വലിയ പ്രശ്നമാണ്. കേജ്രിവാൾ അകത്ത് പോയപ്പോ ഏറ്റവും അധികം ചങ്ക് പടയ്ക്കുന്നത് പിണറായി വിജയന്റെയാണ്. മകളും പിണറായി കട്ടുമുട്ടിയ തെളിവുകൾ ഹൈക്കോടതി മുമ്പിൽ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി SFIയോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അവരന്വേഷണം അവസാന ഘട്ടത്തിലായിരിക്കുക. പിണറായിയും മകളും വലിയ താമസമില്ലാതെ കേജ്രിവാളിന്റെ നിലയിൽ ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേവലാതി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയിലെ ജനങ്ങളെ മൂട്ടിക്കും പോർക്കണം, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കും പോർക്കണം. 4.5 ലക്ഷം കോടി രൂപ കടമാക്കി കേരളത്തെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു ഭരണവും, അതോടൊപ്പം മോഷണവും, അതോടൊപ്പം പിടിച്ചുപോയി റാവടികൾ. നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ലേ ഇവിടെ വയനാട്ടിലാണല്ലോ, SFI ഗുണ്ടകൾ അടിച്ചു പിടിച്ച് കൊല്ലുകയല്ലേ. എന്താ അവൻ ചെയ്ത മഹാഭാവം? അവൻ ഒരു ഭാവവും ചെയ്തിട്ടില്ല, തെളിഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? എന്താ ഇപ്പോഴാ പുതിയ SFIയുടെ ആരോപണം? ഏതോ ഒരു മുസ്ലിം പെൺകുട്ടിയോട് സംസാരിച്ചത്. വലിയ മാവാണ് ഒരു പെണ്ണോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ പുതിയ ആരോപണം ഒരു ചെറുപ്പക്കാരന് 3 ദിവസം ഇട്ട് പട്ടിണിക്കിട്ട് അടിച്ച് വന്നു. സഹിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ചു. ഇതിനൊക്കെ എതിരെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഉണരണം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈയനം നീക്കലിനെതിരെയുള്ള പോരാട്ടമായി കണക്കാക്കി ഈ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കുന്ന മാന്യനായ സ്ഥാനാർത്ഥി MV രമേശിന് ശക്തമായി പിന്തുണ നിങ്ങളെല്ലാവരും നൽകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുക. അവിടെ മാത്രമല്ല, 20 നിയോജകമണ്ഡലത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുക? പിണറായി അകത്ത് മുന്നിലാണ് കോൺഗ്രസ് പറഞ്ഞത്. കാരണം BJP CPM തമ്മിൽ അന്തർധാര സജീവമാണ്. ഏതായാലും വലിയൊരു തമാശ കേൾക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. എനിക്ക് കേട്ടപ്പോൾ സുഖം. എനിക്ക് നല്ല പച്ചവടം പൊടിച്ച് സുഖമുണ്ട് വാർത്ത കേട്ടപ്പോൾ. ഇത് 2 കള്ളന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ. കോൺഗ്രസ് പറയും CPM-ഉം BJP-യുടെ അന്തർധാരയാണ്. CPM പറയും കോൺഗ്രസും BJP ആയിട്ട്. BJP കോൺഗ്രസ് പറയും CPM-ഉം BJP-യും, കോൺഗ്രസ് പറയും BJP-യും കോൺഗ്രസ് CPM-ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാര. ഈ അന്വേഷിക്കുന്നതിൽ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളാണോ അന്വേഷിച്ചുള്ളൂ? നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിക്കണം, പേടിക്കേണ്ട, അന്വേഷിച്ചോളൂ. എല്ലാവരും അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്ന സമൻസിന്റെ വേഗതയില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ല. കർണാടകത്തിൽ ഒരു MLA ഉണ്ടായിരുന്നു, വിരുപാക്ഷൻ. അയാളുടെ വീട്ടിൽ നിന്ന് കോടികളാണ് പിടിച്ചത്. ഇന്നൊരു അന്വേഷണം നടത്തിയിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞ് അവിടെ പൈസ പിടിച്ചിട്ടുണ്ട്. അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ ഗവർണർ? ഡിസ്ക്വാളിഫൈ ചെയ്തോ? അയാൾക്ക് ED അന്വേഷണമോ ഇൻകം ടാക്സിന്റെ അന്വേഷണം? എന്റെ ചോദ്യം, അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തോ? കേരളത്തിലാണ് നിയമം അനുസരിച്ചാണെങ്കിൽ നിയമസഭയുടെ ചട്ടം അനുസരിച്ച് നിയമസഭ സ്പീക്കർ നിയമസഭയിൽ അംഗത്വം റദ്ദ് ചെയ്ത് ഗവർണർ കത്ത് കൊടുക്കും. ഗവർണർ ആ നിമിഷം തന്നെ എന്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫൈ ചെയ്യും. പോയി പിന്നെ 6 ദിവസം ഇലക്ഷൻ ഉണ്ടാവും. പറയട്ടെ, ആ ഒരു MLA-യുടെ മകൻ കാശ് കാണിച്ചത് പറഞ്ഞ് MLA പിടിച്ചെങ്കിൽ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് നിങ്ങൾ ഭരിക്കുന്ന കക്ഷിക്ക് ഇച്ചിരൊക്കെ പ്രാധാന്യം ഉണ്ടെന്ന് നിഷേധിക്കുന്നില്ല ഞാൻ. പക്ഷെ എന്റെ ഒരു സഹോദരൻ, ഞാൻ തർക്കത്തിലൊന്നും ഇല്ല. ആ ഭരിക്കുന്ന കക്ഷി ഇച്ചിരുണ്ടെന്നേ. അതുകൊണ്ടല്ലേ ചുമ്മാ ഇത് നമ്മുടെ ഒരു പാവപ്പെട്ട പയ്യനെ അടിച്ചിടിച്ച് കൊണ്ടൊരു വലം പിടിക്കുന്നുണ്ടോ? യഥാർത്ഥ പ്രതിയായിട്ട് ആരെല്ലാം പിടിക്കേണ്ടതാ? അത് ഭരിക്കുക പിണറായി.
അതിനെ വരും. അതൊക്കെ പതുക്കെ പതുക്കെ ചട്ടപ്രകാരം അത് പിടിക്കും വിടുകയല്ല. വന്നോളൂ ഇത് താങ്കൾ പറയുന്നത് ഇന്ത്യ ഭയങ്കരമായിട്ട് വികസിച്ചെന്ന്. പട്ടിണി ഇൻഡെക്സിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നൊക്കെ പല വട്ടം പുറത്തു വന്നതാണ്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളുടെ അതെ. ഏത് പത്രമാണ് നിങ്ങൾ ഏത് പത്രമാണ്? അല്ല അത് മനസ്സിലായി. പത്രം മനസ്സിലാക്കിന്റെ അഭിപ്രായം പറയുന്നത് ആ പത്രത്തിൽ പറഞ്ഞ വാർത്തകൾ അനുസരിച്ച് ഞാൻ മറുപടി കൊടുക്കാനാണ്. അല്ല പത്രം ഇപ്പൊ ഞാൻ കേട്ടോളൂ. പറയാനില്ലാവും അത് മര്യാദ കാണിക്കും. നിങ്ങൾ ഏത് പത്രമാണെന്ന് കഴിഞ്ഞാൽ മനോരമയാണെങ്കിൽ ആ മനോരമ വന്ന അഭിപ്രായം വെച്ച് എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. നിങ്ങൾ മാതൃഭൂമിയാണെന്നുണ്ടെങ്കിൽ മാതൃഭൂമി വെച്ച് അഭിപ്രായം പറയാനുണ്ട്. നിങ്ങൾ മാധ്യമമാണെന്നുണ്ടെങ്കിൽ മാധ്യമത്തിൽ പറഞ്ഞ അഭിപ്രായം വെച്ച് അങ്ങോട്ട് പറയാം. അതല്ലാതെ നിങ്ങൾ മറുപടി പറയാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളോട് എനിക്ക് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കൂ. എന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലാതെ നിങ്ങൾ ഏത് പത്രമാണ് ഇരിക്കണ്ട. നിങ്ങൾ ശമ്പളം പഠിക്കുക ആ പത്രത്തിൽ നിന്ന്. ഞാനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഒരു വിരോധമില്ല. പക്ഷെ ചോദ്യം വരുമ്പോൾ എനിക്കത് അറിയണമെന്ന് എന്നീ കാരണമാണ്. കോട്ടയത്താണ് ചോദിക്കുക എനിക്ക് അറിയാം ഏത് പത്രമാണ്. മനസ്സിലായില്ലേ? അത് ഇന്ന് രാവിലെ വന്നു. കൈരളിക്കാരനാണ് വന്നത്. സംസാരം തുടങ്ങി എനിക്ക് മനസ്സിലായാൽ കൈരളിയാണ്. മനസ്സിലായത് കൈരളി വിഷയം എന്നാന്ന് ചോദിച്ചു. അപ്പം നിർത്തി. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അവന് മനസ്സിലായി. ഞാൻ കോട്ടയക്കാരല്ല. കോട്ടയക്കാരനാകുന്നുണ്ട്. കോട്ടയക്കാരെല്ലാം മാന്യന്മാരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതായത് ഓരോ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാനിപ്പോ BJP ചേർന്നുകൊണ്ട് BJP ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണെന്നുകൊണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഓരോ ഇഷ്യൂന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ആളെ എനിക്ക് ഒരു മടിയിൽ സംസാരത്തോടെ അഭിപ്രായം പറയാൻ ഞാൻ അത് പറയാറുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോഴത്തെ കോഴിക്കോട് ഇലക്ഷൻ നിങ്ങൾ നിഷ്പക്ഷപ്പെട്ട് ആലോചിച്ച് BJP സ്ഥാനാർത്ഥിയാണ് MP അങ്ങനെ പറ്റി ആർട്ടിക്കിൾ എന്തെങ്കിലും പറയാം. ഒരു മാന്യനായ സ്വാധീനനായ മനുഷ്യൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെ ജയിച്ചാൽ കോഴിക്കോട് ഈ 15 കൊല്ലം കൊണ്ടുണ്ടായ നഷ്ടം കൂടി നികത്താൻ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടാവും. ഞാനിവിടെ വരാം. നിങ്ങളുടെ പ്രസ് ക്ലബിൽ വന്നേക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് കുഴപ്പം അങ്ങോട്ട് വരാം. അവിടെയാളെ വന്നിട്ട് അത് പറയാം. ഈ 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ. നിങ്ങൾ BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. എഴുതിയിട്ട് വന്നു. BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. കാരണം നിർണായകമായ വോട്ടുകളാണ്. ഇത് പുള്ളിക്കൊണ്ട് ചോദിക്കേണ്ട കക്ഷി കോട്ടയം കോട്ടയം നിങ്ങൾ കൊണ്ട് ചോദിച്ചത് ഞങ്ങളുടെ പാവത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണം. എനിക്കത് ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. ഞാനിതൊന്നും അങ്ങനെയാണ് അച്യുതാനന്ദനോട് എനിക്ക് മന്ത്രിയാകാൻ പറ്റുള്ളൂ. അച്യുതാനന്ദൻ നിർബന്ധിച്ച് എനിക്ക് വേണ്ടത് ഞാൻ മുഖ്യമന്ത്രി ഞാൻ സ്ഥാനം നോക്കുന്ന മറ്റൊന്നുമല്ല. നിങ്ങൾ ആദ്യം പഠിക്കുക. എന്നെ നിർബന്ധിച്ച് പത്രത്തിൽ നിർബന്ധമല്ലേ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നിർബന്ധിച്ചു ഞാൻ വേണ്ടെന്ന്. എനിക്ക് വേണ്ടാത്ത ഞാൻ സ്ഥാനം നോക്കി വന്നാൽ ഇപ്പൊ BJP ചേർന്നു ഒരു സ്ഥാനം ഞാൻ അവരെ അവൻ പറഞ്ഞ ആളെ സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞു. കാരണം എനിക്കെതിരില്ല. ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. ഒരു സമയമുണ്ട്. ഇപ്പൊ ഫോൺ വിളിച്ചെന്റെ വീട്ടിലൂടെ നമ്മൾ കഴിച്ചു പോയി പറഞ്ഞു. ആർക്കറിയാം? ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അടുത്ത ജൂൺ 4-ാം തീയതി 5-ാം തീയതി പറയാം. അതിനെ പോയ ഞാൻ കൂടിയിട്ട് ക്യാബിനറ്റ് കൂടിയിട്ട് എന്താ പറഞ്ഞത്? ഈ ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് ഉണ്ടായാൽ 100 ദിവസത്തിന് നടപ്പാക്കുന്ന പരിപാടി ആരോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആരോട്? മുഴുവൻ മന്ത്രിമാരോട്. മനസ്സിലായില്ലേ? മോദി ഗ്യാരണ്ടി കേൾക്കുമ്പോൾ ഒരു സുഖം ഇല്ല. നിങ്ങൾക്ക് സുഖം ഉണ്ടായില്ല. നിങ്ങളുടെ മനസ്സ് മോശം. അതുകൊണ്ടല്ല. നല്ല മനസ്സുള്ളവർക്ക് സുഖം. അത് വ്യക്തിഗതം പറഞ്ഞ കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നയിക്കുന്ന നേതാവുണ്ടാവും. ആ നേതാവിന്റെ കീഴിൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ളത്. BJP എന്താന്ന് വെച്ചാൽ അങ്ങനെ പാര വെക്കാനാണില്ല. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് പാര വെക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്. പിണറായി വിജയൻ
ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശേഷമാണ് ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായത്. വലിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള അറസ്റ്റാണ് പൊതുവെ രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ ചർച്ച. അങ്ങനെ ഒരു അങ്ങനെ ചർച്ച വെക്കുന്നത് നല്ല കാര്യമുണ്ട്. നീ അപ്പം ആലോചിച്ചു പറയട്ടെ. ഓരോ ഉത്തരം പറഞ്ഞു. എന്റെ ചോദ്യം വിചാരിക്കാതെ മുഖത്തടിച്ച് വിധി പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരാ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. മോദിയെ അടിച്ചില്ലേ? 2-3 വിഷയത്തിൽ വന്ന് ഗവൺമെന്റിനെതിരായിട്ടില്ല വിധി വന്നത്. ഞങ്ങളാരും കുറ്റപ്പെടുത്തിയില്ല. കാരണം ആ നിയമം അനുസരിച്ച ഇത് 7 പ്രാവശ്യം എന്താണ് എന്നറിയാം. ഇയാളെ കൂടുതലുള്ള മന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ആൾ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിലായിരിക്കുന്നു, ചോദ്യം ചെയ്യാൻ വിളിച്ച് 7 പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് കണ്ട് 1.5 വർഷം നന്നായിട്ട് നടന്ന് കോടികൾ കൈപ്പറ്റി. അത് ഭയങ്കരമായ ശത്രുതയായി. ഇലക്ഷൻ മാത്രമല്ല, കോടതികൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജനവികാരം ഉണ്ടായി കഴിഞ്ഞപ്പോ നിവൃത്തിയില്ലാതെ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തതിന് കാരണം പറയട്ടെയാണ് എന്താ വിഡ്രോ ചെയ്തത്? അപ്പൊ തെറ്റാ ചെയ്തത്. ആ തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കുന്നതിനാണ്. പക്ഷെ അത് അവിടെ പ്രശ്നം വരുന്നത് ഇഡി അന്വേഷണം വരുന്നു. അതിന് തൊട്ട് പിന്നാലെ കമ്പനികൾ കൊണ്ട് ബിജെപിക്ക് ബോണ്ട് നൽകുന്നു. LDF-ന് UDF-ന് തെലങ്കാനയിൽ വോട്ട് ചെയ്ത് അവരോട് എന്താ പറയാൻ? അവർ തന്നെയാണ് LDF-നും UDF-ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പൊ ഈ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് വേറെ ആരും ഇല്ലല്ലോ. അന്ന് BJP ഒരു ശക്തമല്ല. അത് തന്നെയല്ല LDF-ന് UDF-ന് ശക്തമായ പ്രചരണം. കാരണം ഈ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ഒരു കോൺഗ്രസ് മെന്റാലിറ്റി എന്ന ആളുകളാണ്. അവർ കോൺഗ്രസ് വിശ്വസിച്ചാണ് നിന്നിരുന്നത്. അതിനിപ്പോ മാറ്റം ഉണ്ടായപ്പോ വിഷമിക്കുന്ന കോൺഗ്രസിന് പോക്ക് ശരിയല്ല. കോൺഗ്രസ് ഇപ്പൊ അപകടം എന്റെ നാക്ക് ഞാൻ എന്റെ നാക്കാം. ആ നിങ്ങളാരും ചോദിച്ചിട്ടോ? അതാ ഞാൻ പറഞ്ഞത്. എന്നാ തെറ്റ്? നിർബന്ധിക്കുക. അങ്ങനെ നീ നിർബന്ധിച്ചാൽ വീഴുന്നവരല്ലേ? മനസ്സിലായില്ലേ? തന്നെ പോലുള്ള എത്രയോ അങ്ങനെ പത്രക്കാരുമായിട്ട് പറയാം. ഈ മണിപ്പൂർ ഇഷ്യൂ അത് പറയുന്നത് ചോദിച്ചില്ലേ ചോദിച്ച് പറയിപ്പിക്കുക. ഈ മണിപ്പൂർ സംഭവത്തിൽ ഞാൻ ചോദിച്ചോട്ടെ. ഇന്നലെ ഉണ്ടായതാണ്. അതുണ്ടായിട്ട് 10 കൊല്ലം ആയിട്ടോ? മൈതേയി എന്ന് പറഞ്ഞ കലാപമുണ്ട്. നെഹ്റു ഗവൺമെന്റില്ല. മോറാർജി ദേശയുടെ കാലത്തുണ്ട്. ഇന്ദിരാജി, ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് ഇന്ദിരാജി. ഇന്ദിരാജിയുടെ കാലത്ത് പോലും ഇടപെടാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളും ഈ കുക്കികളും മൈതകളും തമ്മിൽ സംഘർഷമുണ്ട്. ആ സംഘർഷം ഇടപെടാൻ കഴിയുന്നില്ല. ഇടപെട്ടാൽ എന്താ? കൂടുതൽ സംഘർഷം ഉണ്ടാകും. മനസ്സിലായില്ലേ? അതില് ഇപ്പൊ ഉണ്ടായ സംഘർഷം ഒരു കാര്യമില്ല. കുക്കികൾക്ക് പിന്നോക്കം മാറ്റം ഉണ്ടായി. അതുകൊണ്ടായിരുന്നു ഈ മണിപ്പൂർ ഞാൻ പറഞ്ഞു. എന്താ മാറ്റം? ആ മാറ്റം എന്ന് പറഞ്ഞു ഇവിടെ പിണറായിയാണല്ലോ മണിപ്പൂർ പറഞ്ഞ് കോഴിക്കോട് സമ്മേളനം നടത്തുക. ആദ്യം നിങ്ങളെല്ലാം കേട്ടല്ലേ? പിണറായിയുടെ ആദ്യ സമ്മേളനം. അത് കഴിഞ്ഞാണല്ലോ സുധാകരന്റെ സമ്മേളനം. കോൺഗ്രസ് രണ്ടും കോഴിക്കോട്ടായതെല്ലാം നടത്തുന്നത്. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പൊ ഇത് ഇപ്പോഴും മൈതേ ക്രിസ്ത്യാനി എന്ന് കുക്കി ക്രിസ്ത്യാനിയുടെ പള്ളി തകർക്കും, കുക്കുകളിൽ പോയി എല്ലാം ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളിൽ ബർമ്മ വഴി ഭീകരവാദികൾ ഉള്ളിൽ കടന്ന് ചില സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നം അതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വലിയൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഇടപെടൽ. ഇന്ന് വരെ ഒരു ഭരണാധികാരിക്ക് കഴിയാത്ത ഒരു ഇടപെടൽ അവിടെ നടന്നു. അത് നടക്കുന്നത് മോദി അറിയാതല്ലോ. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റാളുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് നിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അതിനകത്തുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. ഞാൻ ചോദിക്കും, ഇത് വലിയ ഈ കുറ്റം പറയുന്ന ഇതിനകത്ത് പ്രധാനമന്ത്രി എവിടെ പോയി എന്ന് ചോദിക്കുന്ന പിണറായി വിജയന്റെ ഈ സ്റ്റേറ്റിൽ പൂഞ്ഞാന്റെ പള്ളി ക്ലിയർ ലേബറാണ്. എനിക്ക് കേരളത്തിലെയല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഏക രക്ഷ, ഈ രാജ്യത്തിന്റെ രക്ഷ, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ രക്ഷ, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ നിലയ്ക്ക് നിർത്താൻ, ഇന്ത്യയുടെ നില ഉയരുന്ന സാധ്യത സൃഷ്ടിക്കാൻ നിങ്ങളെല്ലാവരും മോദിജി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും താമര ചിഹ്നത്തിലും താമരയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കും. ഒന്നും അറിയില്ല. ഞാൻ പാവമാണ്. അതിനകത്തേക്ക് എനിക്ക് എല്ലാവരും പോലും അറിയില്ല.
അല്ല, അറിയില്ലെങ്കിലും വംശാധിക്ഷേപം ശരിയാണോ? പക്ഷേ പറയുന്നത് ശരിയാണോ? എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല. പറഞ്ഞ സ്ത്രീയുടെ പേരിന് കലാമണ്ഡലം സത്യമാണ്. എനിക്ക് അരിശം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞതിനകത്ത് അല്പസത്യമുണ്ട്. എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ സംസ്കാരത്തെയും വിലയിരുത്തുന്നതും അബദ്ധമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഡാൻസ് എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ്. കേരളത്തിലെ ഒരു അതിപ്രഗത്ഭനായ നടൻ, എന്നാ പേര്, വിനീത് അല്ലേ? എന്താണ് ആ നടന്റെ ഡാൻസ്? ഒരു സ്ത്രീയും രക്ഷപ്പെടുകയില്ല ഡാൻസ്. എല്ലാ ടൈപ്പ് ഡാൻസും വിനീതിനെ ആ കഴിവുകളെ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ്. അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, ഈ ഡാൻസ് പ്രൊസന്റ് അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ആ കറുത്ത പെണ്ണി നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ടാണെന്ന് നടത്തിയേക്കാൻ കുഴപ്പമില്ല. ഇതാ എന്റെ അഭിപ്രായം. മനസ്സിലായി? സത്യസന്ധമായിട്ട് പറയട്ടെ. അതുകൊണ്ട് പറഞ്ഞു പത്തനംതിട്ട ഒരു കുഴപ്പമില്ല, നല്ലോണം നടക്കുന്നില്ല. ഞാൻ ക്ഷീണാരാജനെ ഇപ്പൊ അമ്പിളി അമ്മാവനിയുടെ കാലത്ത് ക്ഷീണമില്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്നാ പറഞ്ഞു പറയാനോ? വീഴുന്നില്ലല്ലോ, ഞാൻ പ്രവർത്തിക്കുന്നില്ലല്ലോ. എവിടെ കണ്ടില്ല. എനിക്കറിയില്ല, ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. തുഷാർ അയാളും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെടാതെ എനിക്ക് അഭിപ്രായം പറയാം. ഞാൻ എന്നെ വിളിക്കാവോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാറില്ല. വിളിക്കോട് പോകും, കോട്ടയത്ത് പോവോ? വിളിക്കാൻ പോകുമോ? മടയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്നെ വിളിക്കുന്നോടത്ത് പോകും. ഉത്തരവാദപ്പെട്ട സ്ഥാനമാണ്.